ഇതിപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഞാൻ വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു, ഒന്ന് രണ്ടാളും. നമ്മളിപ്പോൾ ഇന്ന് നിലവിലുള്ള ഭാഷകളോ ഭാഷാഗ്രന്ഥങ്ങളോ വെച്ചുകൊണ്ട് നമുക്ക് ഖുർആനെ പൂർണ്ണമായിട്ടും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല. ഖുർആനിനെ നമ്മൾ ഖുർആൻ കൊണ്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഖുർആനിനെ ഖുർആൻ കൊണ്ട് മനസ്സിലാക്കണം. അതല്ലാത്ത ഒരു രീതിയിൽ ഖുർആനിനെ വ്യാഖ്യാനിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുമ്പോഴാണ് ഈ വൈരുദ്ധ്യങ്ങളും ഈ ആശയപാപ്പരത്വങ്ങളൊക്കെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ഖുർആനിനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കണം എന്ന് പറയാൻ കാരണം നമ്മുടെ ഭാഷാഗ്രന്ഥം എന്ന് പറയുന്നത് ഫാദർ ലൂയിസ് എഴുതിയ ഭാഷാഗ്രന്ഥമാണെന്ന് ലോകത്ത് അറബ് രാജ്യങ്ങളിലും അറബി കോളേജുകളിലും ദർസുകളിലൊക്കെ ആശ്രയിക്കുന്നത് ഫാദർ ലൂയിസ് എഴുതിയ അൽ മുൻജിദ് എന്ന് പറയുന്ന ഭാഷാഗ്രന്ഥം. അപ്പോൾ അതിലിപ്പോൾ സുജൂദ് എന്നുള്ള വേർഡ് നോക്കിയാൽ നമുക്ക് വളൽ ജബ്ഹത്തു അലൽ അർളി, നെറ്റി നിലത്ത് വെച്ചു എന്നുള്ള അർത്ഥം കാണാൻ കഴിയും. അത് കഴിയില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ സലാത്ത് എന്ന് പറഞ്ഞാൽ ദുആ എന്ന അതിൽ അർത്ഥം ഉണ്ടാവും. പക്ഷേ ഖുർആന് ആ അർത്ഥം വെച്ചാൽ ഖുർആനിൽ ആപ്റ്റ് ആകാൻ പറ്റുമോ, അത് യോജിക്കുമോ അനുയോജ്യമായി വരുമോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഖുർആനിനെ, വിശുദ്ധ ഖുർആനിനെ അതിൻ്റെ തന്നെ ആ പദം വന്ന മറ്റു സ്ഥലങ്ങളിൽ എന്തൊക്കെയാണ് ആ വചനത്തിൻ്റെ അർത്ഥം എങ്ങനെ വരുന്നു എന്ന് പരിശോധിച്ചിട്ട് വേണം ആ ആയത്തിനെ അല്ലെങ്കിൽ ആ വചനത്തിനെ അല്ലെങ്കിൽ ആ വേർഡിനെ മനസ്സിലാക്കാൻ എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പോൾ സജദ എന്ന വാക്കിന് നിങ്ങൾ ഒരുപാട് അർത്ഥങ്ങൾ കാണും. ഹലാനും കാണും, അനുസരിക്കുക വണങ്ങുക എന്നും കാണും ആ പദത്തിന് അൽ മുൻജിദിൽ അർത്ഥം. അതോടൊപ്പം തന്നെ അവർ ഇസ്തിലാഹിയായ സാങ്കേതികമായ അർത്ഥം എന്നുള്ള രൂപത്തിൽ വളഅൽ ജബ്ഹത അലൽ അർളി എന്ന് കാണും, നെറ്റി നിലത്ത് വെച്ചു എന്ന ഈ സാങ്കേതിക അർത്ഥവും അവർ അതിൽ കൊടുക്കും. അപ്പോൾ ഇന്ന് നിലവിൽ നമ്മളിപ്പോൾ ചരിത്രം എടുക്കുകയാണെങ്കിൽ ജോർജ് സൈദാൻ്റെ ചരിത്രമാണ് ഇസ്ലാമിക ചരിത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും 2007-2008 കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഭാഷാരംഗത്ത് നടത്തിയ അട്ടിമറികളെക്കുറിച്ച് ജിനായത്തു സീബവൈഹി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഏറ്റവും ആനുകാലികനായ മൊറോക്കോക്കാരനായ പണ്ഡിതനാണ്. സീബവൈഹിയാണ് അറബി ഭാഷാ ഗ്രന്ഥങ്ങൾ എഴുതിയ ആൾ. സീബവൈഹിയാണ് ലാംഗ്വേജ് എഴുതിയത്. നെഹ്വു എന്ന് പറയുന്ന അറബി ഗ്രാമർ എഴുതിയത് സീബവൈഹിയാണ്. ഈ ഭാഷയെ വളരെ പ്രയാസകരമാക്കുക, എന്നിട്ട് ഖുർആൻ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് 167 പേജാണ് ആ പുസ്തകം, അതെൻ്റെ കയ്യിലുണ്ട്. ജിനായത്തോ സീബവൈഹി. സീബവൈഹി എന്നുള്ളത് ലാംഗ്വേജ് അറബി ഭാഷ ഗ്രാമർ എഴുതിയ എല്ലാ കോളേജുകളിലും ഇസ്ലാമിക സർവകലാശാലകളിലും ഒക്കെ പഠിപ്പിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ്. സീബവൈഹി എന്നാണ് അത് എഴുതിയ ആളുടെ പേര്. അയാൾ ചെയ്ത കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. 167 പേജാണ് ആ പുസ്തകത്തിൽ. ഇയാൾ തന്നെ എഴുതിയൊരു പുസ്തകമുണ്ട് ജിനായത്തുൽ ബുഖാരി ചെയ്ത ക്രൈം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ബുഖാരിയുടെ ക്രൈം, അദ്ദേഹം മുസ്ലിം ലോകത്തിനും ഖുർആാനിനോടും ചെയ്ത ക്രൈം എന്തൊക്കെയാണ്, കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം അദ്ദേഹം ഈ പുസ്തകം എഴുതിയ ആളെന്നെ അദ്ദേഹം എഴുതി. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഖുർആാനിനെ നമ്മൾ ഖുർആൻ കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഖുർആാനിനെ, വിശുദ്ധ ഖുർആാനിനെ ഖുർആൻ കൊണ്ട് മനസ്സിലാക്കണം. അപ്പോൾ സുജൂദ് എന്ന് പറയുന്ന വേർഡ്, അല്ലെങ്കിൽ നബി എന്ന് പറയുന്ന വേർഡ്, റസൂൽ എന്ന് പറയുന്ന വേർഡ്, കിതാബ് എന്ന് പറയുന്ന വേർഡ്, പദം, വാക്ക് എവിടെയൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് അവിടെയൊക്കെ ഈ അർത്ഥം വെച്ചാൽ ശരിയാകുമോ? ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇപ്പോൾ വൈദാ ഖുരിയ അലൈഹിമുൽ ഖുർആൻ, നിഷേധികൾക്ക് ഖുർആൻ വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ ലാ യസ്ജുദൂൻ, അവർ സുജൂദ് ചെയ്യുകയില്ല എന്ന് ഖുർആനിലൊരു വചനം പറയുന്നു. എന്ന് പറഞ്ഞാൽ അവർ ഈ പറയുന്ന സുജൂദിന് വരില്ല എന്നല്ല പറഞ്ഞു. ഖുർആനിൽ അവർക്ക് വായിച്ചു കേൾപ്പിക്കപ്പെട്ട ആ വചനത്തിൽ പറയുന്ന ആ കാര്യത്തിന് അവർ അനുസരിക്കുകയില്ല എന്നാണ് ആ പറയുന്ന അർത്ഥം. വൈദാ ഖുരിയ അലൈഹിമുൽ ഖുർആനു, നിഷേധികളായ ആളുകൾക്ക് ഖുരിയ വായിക്കപ്പെട്ടാൽ, ആര് വായിച്ചു കൊടുക്കണമെന്ന് അവിടെ പറഞ്ഞില്ല. ഫെയിൽ മജ്ഹൂല, പാസീവ് വോയിസ് എന്നാണ് പറയാം, കർത്താവില്ലാത്ത ക്രിയ. അതൊരു ടേപ്പ് റെക്കോർഡ് വായിച്ചു കൊടുത്താലും മതി. ആര് വായിച്ചു, അവരുടെ മേൽ വായിക്കപ്പെട്ടാൽ ലാ യസ്ജുദൂൻ, അവർ ആ പറയുന്ന കാര്യങ്ങൾക്ക് അനുസരിക്കുകയില്ല എന്നാണ്. അല്ലാതെ അവർ ഈ നമ്മുടെ നിസ്കാരത്തിലെ സുജൂദിന് വരില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതെല്ലാവരും പറയും, അതായതിന് അങ്ങനെ തന്നെയാണ് അർത്ഥം. അത് വെച്ചിട്ട് നിങ്ങൾ നിസ്കാരത്തിലെ സുജൂദ് അത് വെച്ചിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ടെന്ന് പറയും. അതിപ്പോൾ ഒരുവിധ എല്ലാ ആളുകളൊക്കെ സമ്മതിക്കും. ഏത് മൗലൈനോട് ആയിട്ട് അത് ശരി തന്നെയാണ്, അതായത് തന്നെ അർത്ഥം. നബിക്ക് ഈ സുജൂദിൻ്റെ രൂപം പഠിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് സ്വലാത്ത് എന്ന പദവും നമസ്കരിക്കാനും ഒക്കെ ഖുർആനിൽ ഒരുപാട് കൽപ്പനകളുണ്ട്. ജിബ്രീൽ വന്നിട്ടാണ് ഈ സുജൂദിൻ്റെ രൂപവും ഈ റുക്കൂഇൻ്റെ രൂപവും ഈ റക്അത്തുകളുടെ എണ്ണവും ഒക്കെ നബിക്ക് പഠിപ്പിച്ചു കൊടുത്തത്.
എന്നാണ് ഹദീസിലെ ചരിത്രം. പക്ഷെ അതിനു മുമ്പ് എങ്ങനെയാണ് റസൂല് സുജൂദ് ചെയ്തിരുന്നത്, റുക്കൂ ചെയ്തിരുന്നത്, നമസ്കരിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ പണ്ഡിതന്മാരായ ആളുകൾ പറയാം അതന്ന് അന്നത്തെ അവിടുത്തെ വേദക്കാരായ ആളുകൾ ചെയ്തതുപോലെ അങ്ങനെ ചെയ്യായിരുന്നു, ഒരു നിന്നിട്ടുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു വണക്കമായിരുന്നു എന്നൊക്കെ നബി ചെയ്തിരുന്നത്. പിന്നെ ജിബ്രീൽ പഠിപ്പിച്ചു കൊടുത്ത ശേഷം പിന്നെ എങ്ങനെ ചെയ്തത് എന്നാണ് പറയാറുള്ളത്. അതാണ് അവർ ന്യായം പറയാറുള്ളത്. ഇപ്പോൾ ഏകദേശം 2 മിഅ്റാജ് ഉണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട് പണ്ഡിതന്മാരുടെ ഇടയിൽ. 2 മിഅ്റാജ് ഉണ്ട്. എത്ര മിഅ്റാജാണെങ്കിലും 8 ഹിജ്റ 8-ന് ശേഷമാണ് എങ്ങനെയായാലും ഉണ്ടായിട്ടുള്ളത്. നുബുവത്തിന് ശേഷം 8 വർഷം കഴിഞ്ഞിട്ട്. ഈ നുബുവത്തിന് ശേഷം 8 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായതിന് മുമ്പ് ഇറങ്ങിയ ഒരുപാട് വചനങ്ങളിൽ അഖിമിസ്സലാത്ത സ്വലാത്തിഹിം സ്വലാത്തിക്ക അഖിമിസ്സലാത്ത അഖീമുസ്സലാത്ത എന്നൊക്കെ കൽപ്പനകൾ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ അന്നൊക്കെ നബി എങ്ങനെയായിരുന്നു നമസ്കരിച്ചിരുന്നത് എന്നതിന് ഇവർക്ക് ഇന്നേ വരെ മറുപടി ഉണ്ടായിട്ടില്ല. അവർ ചോദിച്ചാൽ പറയാം അത് അന്ന് നിലവിൽ ആ മക്കയിൽ നിലവിലുണ്ടായിരുന്ന വേദക്കാരുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു നമസ്കാരം തുടർന്നു പോരുമായിരുന്നു അവർ. പിന്നെ ജിബ്രീൽ വന്ന് പഠിപ്പിച്ചിട്ടാണ് നബി രൂപം മാറ്റിയത് എന്ന രൂപത്തിലാണ് സംസാരിക്കുക. അപ്പോൾ ഇന്നമാ യുമിനു ബി ആയാത്തിനല്ലദീന, എൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ, ഇദാ ദുഃഖിറൂ ബിഹ, ആ വചനങ്ങൾ കൊണ്ട് അവരെ ഉത്ബോധനം നടത്തപ്പെട്ടാൽ, അവരോട് പറയപ്പെട്ടാൽ, ഖറൂ സുജ്ജദൻ, അവർ സുജൂദ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എത്ര ആയത്തോതി ഇതിലെ യുക്തികേട് മനസ്സിലാക്കിയപ്പോഴാണ് എന്ത് ചെയ്തത്. ഇപ്പം ഞാൻ ഓതിയ ആയത്ത് സുജൂദ് തിലാവത്തിൻ്റെ സുജൂദുള്ള ആയത്താണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഓതി വെച്ചത്. സൂറത്ത് മറിയമിലെ ഈ 8ഓളം സ്ഥലങ്ങളിൽ തിലാവത്തിൻ്റെ ഓത്ത് കേട്ടാൽ സുജൂദ് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരെ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ എൻ്റെ വചനങ്ങൾ കേട്ടാൽ, എൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ആ വചനങ്ങൾ കേട്ടാൽ അവർ സുജൂദ് ചെയ്യും എന്നുള്ള ആയത്തുണ്ട്. പക്ഷെ അപ്പോൾ ഇതിനെ മറികടക്കണം. കാരണം എല്ലാ ആയത്തും കേൾക്കുമ്പോൾ സുജൂദ് ചെയ്യാനോട്ട് കഴിയില്ല. പ്രസംഗം കേട്ടും വയലുകൾ കേട്ടും ഖുർആൻ ഓത്ത് കേൾക്കും, പല സന്ദർഭങ്ങളിലും ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കും. പക്ഷെ അപ്പോഴൊന്നും സുജൂദ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഖുർആനിൽ ചില പണ്ഡിതന്മാർ എഴുതിയുണ്ടാക്കിയതാണ് ഒരു 5-8 ആയത്തുകൾ മാത്രം കേൾക്കുമ്പോൾ സുജൂദ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് സുജൂദ് തിലാവ എന്ന് പറഞ്ഞിട്ടൊന്ന് എഴുതിയുണ്ടാക്കി. ബാക്കിയുള്ള ആയത്തൊന്നും കേൾക്കുമ്പോൾ സുജൂദ് ചെയ്യേണ്ടതില്ല. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത്, അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ ഒരു ആശയത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഇവർ കണ്ടുപിടിക്കുന്ന ഓരോരോ വഴികളാണിത്. അള്ള പറഞ്ഞ എൻ്റെ ഏത് വചനം കേട്ടാലും അവർ സുജൂദ് ചെയ്യുന്ന, അതിൽ 6, 7, 8 ആയത്തുകളിൽ അള്ളാഹു പരിമിതപ്പെടുത്തിയിട്ടില്ല. ഇന്നമാ യുമിനു ബി ആയാത്തിനല്ലദീന, എൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, ഇദാ ദുഃഖിറൂ ബിഹ, ആ വചനങ്ങൾ കൊണ്ട് അവരെ ഉത്ബോധനം നടത്തപ്പെട്ടാൽ, ഖറൂ സുജ്ജദൻ, അവർ സുജൂദ് ചെയ്യും. അതാണ് ഖുർആനിൽ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ആയത്ത് നിങ്ങളുടെ മനസ്സിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കപ്പോൾ ഇന്ന സ്ഥലത്ത് അപ്പോൾ സുജൂദിന് എന്താണ് അർത്ഥം. ഞാൻ ഇപ്പം മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, സുജൂദ് 2 ആയിട്ട് തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടില്ല. സുജൂദും റുക്കൂഉം 2 കർമ്മമായിട്ട് തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അതായത് ഒരു 2 വിശേഷണത്തിൻ്റെ മേൽ വിശേഷണം, കുമ്പിടുക എന്നുള്ള ഒരു അവസ്ഥയും നിലത്ത് തലകുത്തുക എന്ന് പറയുന്ന മറ്റൊരവസ്ഥയും, ഇങ്ങനെ 2 ആക്കിയിട്ട് 2 ഹാല് എന്ന് അതിന് അറബി പറയാം. 2 ഹാലായിട്ട് ഖുർആനിൽ പറഞ്ഞിട്ടില്ല, 2 സിഫത്തായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. 2 വിശേഷണമായിട്ട്, നിങ്ങൾക്ക് പറയണം മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം, 2 വിശേഷണമായിട്ടേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ, 2 ഹാലായിട്ട് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സുജൂദ് എന്ന് പറയുന്നത് സിഫത്തും ബാദ സിഫത്തും, വിശേഷണത്തിൻ്റെ മേൽ വിശേഷണം, അവസ്ഥയുടെ മേൽ അവസ്ഥ എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു വാവ് വരും. അത് അറബി ഭാഷയുടെ വ്യക്തമായ നിയമമാണത്. മുഹമ്മദുൻ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും തറാഹും, നിങ്ങൾക്ക് അവരെ കാണാം റുക്കഅൻ സുജ്ജദൻ, റുക്കഅൻ വസുജ്ജദൻ എന്നല്ല, റുകൂഉ സുജൂദ്, അവർ അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് അനുസരിച്ച് വണങ്ങി ജീവിക്കുന്നവരായിട്ട് സദാ അവരെ നിങ്ങൾക്ക് കാണാം. സീമാഹും, അവരുടെ ലക്ഷണം, ഫീ വുജൂഹിഹിം, അവരുടെ വീക്ഷണങ്ങളിലും അവരുടെ മുഖങ്ങളിലും കാണാം അവരുടെ ലക്ഷണം. എന്ത്? മിൻ അഥരി സുജൂദ്, അനുസരണത്തിൻ്റെ പ്രതികരണത്താലുള്ള ഒരു ലക്ഷണം അവരുടെ മുഖങ്ങളിൽ നിങ്ങൾക്ക് കാണാം. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് അനുസരിക്കാനുള്ള ഒരു ലക്ഷണം അവരുടെ മുഖത്ത് നിങ്ങൾക്ക് എപ്പോഴും കാണാമെന്നാണ്. അതാണ് സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ്, അനുസരണത്തിൻ്റെ ലക്ഷണമാണ്, അല്ലാതെ നിസ്കാരത്തയമ്പല്ല. അത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, നിസ്കാരത്തയമ്പ് എന്നുള്ള അർത്ഥത്തിനല്ല. സീമ, അവരുടെ വസമയസിമു സീമ, അവരുടെ അടയാളം, അവരുടെ മുഖങ്ങളിൽ നോക്കിയാൽ കാണാം. അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേട്ടാൽ അത് അനുസരിക്കാനുള്ള ഒരു ലക്ഷണം അവരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം.
അതാണ് അള്ളാഹു പറയുന്നത്. അസറ സുജൂദ്, ഒരു അനുസരണത്തിൻ്റെ അസർ, പ്രതികരണത്താലുള്ള ഒരു അടയാളം അവരുടെ വീക്ഷണങ്ങളിലും അവരുടെ മുഖങ്ങളിലും നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്. സൂറത്ത് ഹജ്ജിൽ അള്ളാഹു പറയുന്നത് ഭൂരിഭാഗം ആളുകളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ആളുകളാണെന്ന് പറയുന്നത്. കസീറും മിനന്നാസി എന്നാണ് പറയുന്നത്. എവിടെ ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന നമസ്കാരത്തിലെ സുജൂദ് എവിടെ? കസീറും മിനന്നാസി പോയിട്ട് കസീറും മിനൽ മുസ്ലിമീൻ എവിടെ? വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി എന്നിങ്ങനെ പറഞ്ഞു പോന്നിട്ട് ആ ആയത്തിൻ്റെ നടുവിലുള്ള ഒരു വാക്കാണ് വകസീറും മിനന്നാസി. ഭൂരിപക്ഷം ജനങ്ങളും ദൈവികമായ വ്യവസ്ഥിതിക്ക് അനുസരിച്ചുകൊണ്ടാണ് അവർ കഴിഞ്ഞുകൂടുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സുജൂദല്ല. കസീറും മിനന്നാസ് പോയിട്ട് കസീറും മിനൽ മുസ്ലിമീന വരല്ല ഈ പറയുന്ന സുജൂദ് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അതാ പറയുന്നത് ഒക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനക്കും നിയമനിർദ്ദേശങ്ങൾക്കും അനുസരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഖുർആനിൽ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്. എന്താണ്? ലിത്വായിഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ് എന്നാണ്. ഒരു സ്ഥലത്ത് ലിത്വായിഫീന വൽ ആകിഫീന എന്ന് മാറ്റിയിട്ട് കായിമീന എന്നാക്കിയിട്ടുണ്ട്. അത് ഹജ്ജിൽ. അപ്പോൾ ഖുർആനിൽ അങ്ങനെ ഉപയോഗിക്കും. ഇപ്പോൾ കായിമീന ആകിഫീന ഒരേ രണ്ട് ആയത്താണത്. ഒന്ന് അൽ ബഖറയിലും ഒന്ന് ഹജ്ജിലും. ലിത്വായിഫീന വൽ ആകിഫീന എന്ന് ഒരു ആയത്തിലും ലിത്വായിഫീന വൽ ആകിഫീന എന്ന് മാറ്റിയിട്ട് കായിമീന എന്ന് വേറൊരു ആയത്തിലും. പിന്നെ വറുക്കഇ സുജൂദ് അത് സെയിം തന്നെ. പക്ഷെ ആ ആയത്തിൽ ഒരു മാറ്റം. ഒരായത്തിൽ ത്വായിഫ് മാറ്റി കായിമീനാന്നാക്കി. അപ്പോൾ ഈ ത്വായിഫും കായിമീനും ഏകദേശം ഒരേ അർത്ഥത്തിലേക്കാണ് വരുന്നത് എന്നുള്ളതിലേക്ക് സൂചനയായിക്കൊണ്ടാണ് ഇത് അപ്പുറത്തും മാറ്റിയത്. അതാണ് സൂറത്ത് ഹജ്ജിലും സൂറത്തു അൽ ബഖറയിലും. അൽ ഹജ്ജിലും അൽ ബഖറയിലും അങ്ങനെ അവിടെയും പറഞ്ഞു. അവിടെ ലിത്വായിഫീന പറഞ്ഞപ്പോൾ വൽ ആകിഫീന പറഞ്ഞപ്പോൾ വൽ ഒക്കെ ഭാവിട്ട് പറഞ്ഞു. പക്ഷെ വറുക്കഇ സുജൂദ് എന്നെത്തിയപ്പോൾ അത് രണ്ടും ഒന്നായിട്ടാണ് പറഞ്ഞത്. വറുക്കഇ വസ്സുജൂദ് എന്ന് പറഞ്ഞില്ല. അപ്പോഴാണ് അള്ളാഹു ഒരു വാക്ക്, ഒരു വേർഡ്, ഒരു അക്ഷരം എവിടെയെങ്കിലും ഉപയോഗിക്കുകയോ ഉപയോഗിക്കാതെ വിടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായ കാരണങ്ങളുണ്ട്. വെറുതെ അള്ളാഹു വെറുതെ അന്തം വിട്ടിട്ട് പറഞ്ഞു പോയതല്ല. മൂപ്പർക്ക് ഒരു അന്തമില്ലാതെ വെറുതെ അങ്ങോട്ട് എന്നാ കിടക്കട്ടെ മൊത്തത്തിലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പോയ സംഗതിയല്ല ഈ വിശുദ്ധ ഖുർആൻ. വളരെ സൂക്ഷ്മമായി ഓരോ പദങ്ങളും എവിടെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു. നമുക്ക് തെളിവ് ഖുർആനാണ്. ഖുർആൻ കൊണ്ടേ പറയുള്ളൂ. അതിൽ വൈരുദ്ധ്യം വരാൻ പാടില്ല, അതിൽ എതിര് വരാൻ പാടില്ല, ഒന്നൊന്നിനോട് വൈരുദ്ധ്യമാകാൻ പാടില്ല. അതാണ് നമ്മളെ തിയറി. ഇങ്ങനെ പ്രവാചകന്മാരായ ആളുകളൊക്കെ ഒരു സ്വലാത്ത് അവതരിപ്പിച്ചു. എല്ലാ പ്രവാചകന്മാരും, ഞാൻ പറഞ്ഞല്ലോ സ്വലാത്ത് വളരെ ഇമ്പോർട്ടൻ്റാണ്. പക്ഷെ നിസ്കാരമല്ല ഞാൻ പറയണം. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സ്വലാത്ത്. പക്ഷേ ഈ സ്വലാത്തിന് അതിൻ്റെ അർത്ഥതലത്തിൽ നിന്നും തെറ്റിച്ചപ്പോഴാണ് അത് പ്രശ്നമായത്. സ്വലാത്തില്ലെങ്കിൽ ശിക്ഷ കിട്ടൂല എന്നൊന്നുമില്ല. അത് ഈ ആയത്തിലതാ പറയണത്. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, ഈ പ്രവാചകന്മാർക്ക് ശേഷമൊക്കെ പിൻതലമുറ വന്നു. ഫഖലഫ മിൻ ബഅദിഹിം, ആ പ്രവാചകന്മാർക്ക് ശേഷം വന്നു. ഖൽഫുൻ, ഓരോ ശേഷക്കാർ വന്നു. അല്ലാഹു സ്വലാത്ത, സ്വലാത്ത് പാഴാക്കിക്കൊണ്ട്, നഷ്ടപ്പെടുത്തിക്കൊണ്ട്, വത്തബഉ ശഹവാത്തി, സ്വന്തം ഇച്ഛകളെ പിന്തുടർന്ന് ജീവിക്കുകയും ചെയ്തുകൊണ്ട്, ഫസൗഫ യൽഖൗന ഗയ്യ, അവർ നാശത്തിലേക്ക് എടുത്തെറിയപ്പെടും എന്നാ ഖുർആൻ സൂറത്ത് മറിയമിൽ പറഞ്ഞു. 52-ാമത്തെ വചനം. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അല്ലാഹു സ്വലാത്ത വത്തബഉ ശഹവാത്തി ഫസൗഫ യൽഖൗന ഗയ്യ, അവർ നാശത്തിലേക്ക് എടുത്തെറിയപ്പെടും. ഈ സ്വലാത്ത് നിർബന്ധം എന്നാണ് ഞാൻ പറയുന്നത്. ഖുർആനിൽ സ്വലാത്ത് വളരെ ഇമ്പോർട്ടൻ്റായ പ്രവാചകന്മാരുടെ ദൗത്യമായിരുന്നു. അത് നിക്കാരം പഠിപ്പിക്കലാണ് ദൗത്യം എന്ന് മനസ്സിലാക്കണവർ അത് മനസ്സിലാക്കുക. അതിനൊരു മുക്കറിനെ വിട്ടാൽ മതി. ഞാനതാ പറയല്. ഇന്നത്തെ നിസ്കാരം പഠിപ്പിക്കാനാണ് ഈ അമ്പിയാക്കന്മാരൊന്നും ആവശ്യമില്ല. അതിനൊരു ചൂരലും അമലിയാത്തും കൊടുത്തിട്ട് ഒരു മുക്കറിനെ വിട്ടാൽ മതി. ഇന്നത്തെ മുസ്ലിമായി ജീവിക്കാൻ ഈ ഖുർആൻ എന്തിനാ? ഞാനൊന്ന് ചോദിക്കട്ടെ. ഇന്നത്തെ ഈ നിസ്കാരം, ഇന്നത്തെ ഒരു ശരാശരി മുസ്ലിമാകാം ഈ വേദഗ്രന്ഥമൊന്നും വേണ്ട, ഒരു പ്രവാചകൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തിനാ ഒരു വേദഗ്രന്ഥത്തിൻ്റെ ആവശ്യം? ഇന്നത്തെ മുസ്ലിമായി ജീവിക്കാൻ ഒരു വേദഗ്രന്ഥത്തിൻ്റെ തന്നെ ആവശ്യമില്ല. അങ്ങനെ വാപ്പാനും ഉമ്മാനും നോക്കി അങ്ങനെ പോയാൽ മതി. നിൽക്കാനും നോമ്പുമായിട്ട് അങ്ങനെ പോയാൽ മതി. അതിന് അമ്പിയാക്കന്മാരുടെ ആവശ്യമില്ല. പ്രവാചകന്മാർ എന്ന് പറയുന്നത്
അവരുടെ ദൗത്യം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ റവല്യൂഷനാണ്. അവരെ പരിഷ്കരിച്ചെടുക്കലും അവരെ സംസ്കരിച്ചെടുക്കലും ഒരു സമൂഹത്തെ വാർത്തെടുക്കലുമാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ ആരാധന പഠിപ്പിക്കലല്ല. ആരാധനകൾക്കെതിരാണ് വന്നത് പ്രവാചകന്മാർ. ആരാധനകളെ കൊണ്ട് പൊറുതിമുട്ടിയ, അന്ധവിശ്വാസങ്ങൾ കൊണ്ടും അനാചാരങ്ങൾ കൊണ്ടും പൊറുതിമുട്ടിയ ഒരു ജനതയെ അതിൽ നിന്ന് മോചിപ്പിച്ച് ഒരു നല്ല ജീവിതം കൊടുക്കാനാണ് പ്രവാചകന്മാരൊക്കെ വന്നത്. മുഹമ്മദ് നബിയുടെ ആഗമനത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ നിയോഗത്തെക്കുറിച്ച് പറഞ്ഞത്, ഇന്ന അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിർഔന റസൂലാന. ഫറോവയിലേക്ക് ദൂതനെ വിട്ടതുപോലെയാണ് നിങ്ങളിലേക്ക് ഞാൻ ഒരു ദൂതനെ നിങ്ങൾക്കെതിരിൽ സാക്ഷിയായിക്കൊണ്ട് ഞാൻ വിട്ടിരിക്കുന്നതെന്ന. എന്തിനാ ഫിർഔനിലേക്ക് മൂസയെ വിട്ടത്? ഫിർഔന് നിസ്കാരം പഠിപ്പിക്കാനോ, അല്ലെങ്കിൽ ഹജ്ജ് പഠിപ്പിക്കാനോ, അല്ലെങ്കിൽ ഉംറ പഠിപ്പിക്കാനോ? ഒക്കെ വൈരുദ്ധ്യങ്ങളാണ് എഴുതി വച്ചിട്ടുള്ളത്. എന്തിനാ വിട്ടിട്ടുള്ളത്? ആ സ്വേച്ഛാധിപതിയും അക്രമിയും പോക്കിരിയുമായ ഫിർഔനിൽ നിന്ന് ഒരു ജനതയ്ക്ക് മോചനം കൊടുക്കാനാണ് മൂസനെ വിട്ടത്, മൂസാ നബി അയച്ചത് അള്ളാഹു. അല്ലാതെ ഫിർഔനെ ആകെ നിസ്കരിക്കണില്ല, മൂപ്പര 2 റക്അത്ത് നിസ്കാരം പഠിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും പരിപാടി ഒന്ന് ശരിയാക്കി എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അത് ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, ഇബ്രാഹിം നബി എന്തിനാ 2000 കിലോമീറ്റർ, ഇവരുടെ ചരിത്രപ്രകാരം 2000 കിലോമീറ്റർ, ഞാൻ എപ്പോഴും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ആ ചോദ്യം ഒന്നും കൂടി ചോദിക്കാം. 2000 കിലോമീറ്റർ താണ്ടി ഇറാഖിൽ നിന്ന് പോന്ന് മക്കയിൽ എന്തിനാ ഇബ്രാഹിം നബി മക്കളെ കൊണ്ടുവന്നാക്കിയതോ? ഏക ആവശ്യമേ പറഞ്ഞിട്ടുള്ളൂ, ഒറ്റ ആവശ്യമാണ് അതിൽ പ്രാർത്ഥനയിൽ പറഞ്ഞുള്ളൂ. രണ്ടാമതൊരു ആവശ്യം ഇബ്രാഹിം ഉന്നയിച്ചില്ല, റബ്ബനാ ലിയുഖീമുസ്സലാത്ത്. ഈ ഒരൊറ്റ ആവശ്യം. ഞാൻ പറഞ്ഞു, ആ നിസ്കാരത്തിനാണെങ്കിൽ മൂപ്പരെ കുടിയിൽ നിർത്തിയാൽ മതി, നാട്ടിൽ നിർത്തിയാൽ മതി, വീട്ടിൽ നിർത്തിയാൽ മതി. ഈ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മക്കളെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് എന്ന് പറഞ്ഞാൽ ഈ 2000-ഓളം കിലോമീറ്ററുകൾ താണ്ടി അൺസിവിലൈസ്ഡായ, ദൈവികമായ സംസ്കാരം കിട്ടാത്ത, ആ മെസ്സേജ് കിട്ടാത്ത ഒരു പ്രദേശത്ത് ഈ മക്കളെ കൊണ്ടുവന്നാക്കിയത് നമസ്കരിക്കാനാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമതൊരാവശ്യം അല്ല, അത് ഞാൻ പിന്നെ പറയല്ലേ, ഇവരുടെ അർത്ഥപ്രകാരം ഞാൻ സൂചിപ്പിച്ചു. ഇവരുടെ അർത്ഥപ്രകാരം തന്നെ എടുത്താൽ ഞാൻ സൂചിപ്പിച്ചു. നമ്മളെ അർത്ഥപ്രകാരമല്ല ഞാൻ പറയണത്. ഇവരുടെ അർത്ഥപ്രകാരം എടുക്കുമ്പോൾ ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് എത്തണമെങ്കിൽ 2000-ഓളം കിലോമീറ്റർ ഉണ്ട്. ഇത്രയും കിലോമീറ്ററുകൾ താണ്ടി മക്കയിൽ കൊണ്ടുവന്നാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏത് പ്രദേശത്തോ ആകട്ടെ, നമ്മളുടെ വാദം, നമ്മുടെ എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യവസ്ഥിതി ആ രാജ്യത്ത് സ്ഥാപിച്ചെടുക്കാൻ, എല്ലാ പ്രവർത്തനങ്ങളുടെയും ഫ്രൂട്ട് ആ ജനതയ്ക്ക് നീ നൽകുകയും ചെയ്യണം. അവിടുത്തെ ജനങ്ങളെ, എൻ്റെ മക്കളിലേക്ക് അവരുടെ മനസ്സുകൾ നീ ആകർഷിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് നിസ്കാരം കണ്ടിട്ട് ആകർഷിക്കാനല്ല, ഈ മെസ്സേജ് കണ്ടിട്ട്, ഈ ദൂത് കണ്ടിട്ട്, ഈ സന്ദേശം കണ്ടിട്ട്, ഈ വ്യവസ്ഥിതി കണ്ടിട്ട്, അതിൻ്റെ നന്മ കണ്ടിട്ട് അതിലേക്ക് ആകർഷിക്കണം അവിടുത്തെ ആളുകൾ. അതാണ് പറഞ്ഞത്. അതാണ് റബ്ബനാ ലിയുഖീമുസ്സലാത്ത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒറ്റ കാരണമുപരാണ്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈറ ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബനാ ലിയുഖീമുസ്സലാത്ത്. അവിടെ ബൈതിക്കൽ മുഹറമൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട്, നമുക്ക് പിന്നെ പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ടുവന്നാക്കിയത്. അപ്പോൾ നോക്കൂ, എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ പ്രവാചകന്മാരും മൂസയോട് പറഞ്ഞ 1-ാം തീയതി പറഞ്ഞത് അഖിമിസ്സലാത്ത ലിദിക്രീന, അഖിമിസ്സലാത്ത ലിദിക്രി, എൻ്റെ ഈ സന്ദേശത്തെ ഇവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ വ്യവസ്ഥിതിയെ നീ ഒന്ന് സ്ഥാപിച്ചെടുക്ക് എന്നാണ് നബി പിന്നെ മൂസയോട് പറഞ്ഞത്. 1-ാം തീയതി തന്നെ എടുത്തുക്കണം. 1-ാം തീയതി തന്നെ മൂപ്പരോട് നിസ്കരിക്കാൻ പറയല്ല. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും ഈ സ്വല എന്ന് പറഞ്ഞാൽ ദൈവികമായ കൽപ്പനകളെ നിരന്തരമായിട്ട് പിന്തുടർന്ന് ജീവിക്കുക, അതിനാണ് സ്വല എന്ന് പറയാം. ഇഖാമത്തു സ്വല എന്ന് പറഞ്ഞാൽ അത് സ്ഥാപിക്കുക, അതാണ് ഇഖാമത്തു സ്വല. അതാണ് സല്ല, സല, അസ്വല, ഇഖാമത്തു സ്വല. ഇതൊക്കെ അർത്ഥ വ്യത്യാസമുണ്ട്. സ്വല, അസ്വല, ഇഖാമത്തു സ്വല, ഈ 4 വേർഡാ ഖുർആനിൽ വന്നിട്ടുള്ളത്. ഇത് 4 അതാണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അത് സ്ഥാപിച്ചെടുക്കുക. ഇന്ന സ്വലാത്ത, ദൈവികമായ കൽപ്പനകളെ നിരന്തരമായിട്ട് പിന്തുടർന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, തൻഹ, അവനെ തൊട്ട് വിലക്കപ്പെടും, അൽ ഫഹ്ശാ, ഇസ്ലാമിക വിരുദ്ധ ശിർക്കൻ പ്രവർത്തനങ്ങളും വിശ്വാസങ്ങളും. അൽ ഫഹ്ശാ എന്ന് പറഞ്ഞാൽ സെക്ഷ്വലായ കാര്യമല്ല,
അത് നിങ്ങൾ മനസ്സിൽ മാത്രം കുറിച്ച് വെക്കുക. ഇന്ന് എഴുതിയിരിക്കുന്ന അർത്ഥം അതാണ്. സെക്ഷലായ കാര്യങ്ങൾക്കാണ് ഫഹ്ഷ എന്ന് പറയാ എന്നാണ് ഇന്ന് എഴുതി വെച്ചിട്ടുള്ളത്. അതല്ല. അൽ ഫഹ്ഷ എന്ന് പറഞ്ഞാൽ ഫാഹിഷത്ത്, അൽ ഫഹ്ഷ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വിരുദ്ധ ശിർക്കൻ വിശ്വാസങ്ങളും പ്രവൃത്തികളും. ഇതിനാണ് അൽ ഫഹ്ഷ എന്ന് പറയാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടുന്ന ഒരായത്തുണ്ടാവും. ഏതാണ്? വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല. അവിടെ സെക്ഷലായ കാര്യമല്ലേ എന്നാണ് ചോദിക്കുക. അവിടെയും അല്ല. അത് ഞാൻ പിന്നെ വിശദീകരിച്ചാണ്. അവിടെ അതല്ല അർത്ഥം. വൈദാ ഫഅലു ഫാഹിഷതൻ, അവർ വല്ല ഫാഹിഷത്തും ചെയ്താൽ ഖാലു, അവർ പറയും വജദന അലൈഹി ആബാഅന, ഇതൊക്കെ ഞങ്ങളെ വാപ്പാര് ചെയ്യണ കണ്ടിട്ടുണ്ട്. സെക്ഷൽ അല്ല അത്. നമ്മളെ വാപ്പാരും വലിയപ്പാരൊക്കെ നമ്മളെ മുമ്പിൽ വന്നിട്ട് സെക്ഷലായ കാര്യങ്ങളൊക്കെ ചെയ്യണത് ഞങ്ങൾ കണ്ടുക്കണു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യണത് എന്നല്ല. ആൻറ്റി ഇസ്ലാമിക് ശിർക്കൻ പ്രവർത്തനങ്ങളും വിശ്വാസങ്ങളും, അതാണ് ഇസ്ലാമിക വിരുദ്ധ വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും. അതാണ് അൽ ഫഹ്ഷാ. അത് കുറിച്ച് വെക്കുക. ഇനി നിങ്ങൾക്ക് സംശയങ്ങൾ വരുന്ന ആയത്തുകളുണ്ടാവും. അത് ഓരോ ക്ലാസ്സുകളിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു തരും. ഇപ്പം സിനയിലേക്ക് കടന്ന ഒരുപാട് ആയത്തുകൾ അതിൻ്റെ ഉപോത്ബലകമായ ഇതിന് അപ്പൻഡിക്സ് ആയിട്ട് ഞാൻ വിശദീകരിക്കേണ്ടി വരും. അതുകൊണ്ട് അതിപ്പോൾ ഞാൻ പറയുന്നില്ല. അപ്പോൾ അതാണ് ഫാഹിഷത്ത് എന്ന് പറഞ്ഞതാണ്. ഇന്നമാ യഅ്മുറുക്കും ബിസ്സൂഇ വൽ ഫഹ്ശാഇ. ഇന്നമാ എന്ന് പറഞ്ഞാൽ അത് മാത്രമാണെന്നതാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഓൺലി എന്നാണ്. ഞങ്ങൾ അറബി പറഞ്ഞ ഹസറിൻ്റെ മായന കിട്ടുന്ന ഇന്നമക്ക്. ഇന്നമയുടെ അർത്ഥം ഹസറിൻ്റെ മായനാണ്, അത് മാത്രം. പിശാചുക്കൾ നിങ്ങളോട് ഫഹ്ശാവും സൂവും മാത്രമേ കൽപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ സെക്ഷലായ കാര്യം മാത്രമല്ല, ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങളും വിശ്വാസങ്ങളുമാണ് പിശാചുക്കൾ നിങ്ങളോട് കൽപ്പിക്കുക, അത് മാത്രമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. അതാണ് അൽ ഫഹ്ഷാ. ഫാഹിഷത്ത് അൽ ഫഹ്ഷാ എന്ന് പറഞ്ഞാൽ അതാണ്. എവിടെ ഞാൻ ചോദിച്ചു, ഇത് ഇന്നത്തെ നമസ്കാരം കൊണ്ട് ഇതില്ലാതായ ഒരു രാജ്യം പറയും നിങ്ങൾ. മനുഷ്യാവകാശങ്ങൾക്ക് ഇത്രയും വില കൽപ്പിക്കാത്ത രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളെ പോലെ ഇല്ല. ഈ നമസ്കാരം നടക്കുന്ന രാജ്യങ്ങളെപ്പോലെ വേറെ ലോകത്ത് ഒരു രാജ്യത്തുമില്ല. മനുഷ്യാവകാശങ്ങളെ ഇത്രമാത്രം ചവിട്ടി മതിക്കുകയും ലംഘിക്കപ്പെടുകയും ഹ്യൂമൻ റൈറ്റ്സിന് ഒരു വിലയും കൽപ്പിക്കപ്പെടാത്ത രാജ്യങ്ങളൊക്കെ ഈ നമസ്കാരം നിലനിൽക്കുന്ന രാജ്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ സലാത്ത് ഫഹ്ഷായിൽ നിന്നും മുങ്കറിൽ നിന്നും മനുഷ്യരെ എന്തുകൊണ്ട് തടയുന്നില്ല? അത് പറഞ്ഞപ്പോൾ എന്നോട് പറയാം, ഞാൻ നിസ്കാരം തുടങ്ങിയിട്ടാണ് നേരായത് ഒരാൾ. ഞാൻ പറഞ്ഞു, നിസ്കാരം നിർത്തി നേരായ ഒരാളുണ്ട്. ഒരാളുടെ കാര്യം ഒരു പൊതുതത്വമല്ല, അതൊരു തെളിവായിട്ട് ഉദ്ധരിക്കാൻ പറ്റില്ല. നിസ്കാരം നിർത്തിയിട്ട് നന്നായ ആളുണ്ട്, അതൊരു തെളിവായിട്ട് എടുക്കാൻ പറ്റില്ല. തെളിവായിട്ടെടുക്കാൻ പറ്റില്ല. ഒരാൾ, ഒന്നോ രണ്ടോ ഭൂരിപക്ഷം ഈ നമസ്കാരം നടക്കുന്ന രാജ്യങ്ങളിലെ ഭൂരിഭാഗം ആളുകളും, നമസ്കാരം നിർവഹിക്കുന്ന പ്രദേശങ്ങളിലെ ഭൂരിഭാഗം പണ്ഡിതന്മാരും സാമ്പത്തിക രംഗത്ത് ഒരു പൈസയുടെ മൂല്യം അവരുടെ കയ്യിലില്ല. ഒരു 50 പൈസയുടെ മൂല്യം പോലും സാമ്പത്തിക രംഗത്ത് ഈ പണ്ഡിതന്മാർക്ക് സൂക്ഷ്മതല്ല. എവിടെ അവരുടെ സലാത്ത് മൂല്യങ്ങളിൽ നിന്ന് ഫഹ്ശാഇ വൽ മുങ്കറിൽ നിന്ന് തടഞ്ഞ ഒരു പണ്ഡിതനെ കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ വൃത്തികേട് കുറച്ച് അധികം പറയും, കാരണം അത്രമാത്രം എനിക്ക് ഈ നിസ്കരിക്കുന്ന ആളുകളെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വൃത്തികേടിൻ്റെ പര്യായങ്ങളാണ് ഇവരൊക്കെ. മൂല്യങ്ങളില്ല, വാല്യൂസ്, മൂല്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇല്ലേ ഇല്ല. സാമ്പത്തിക ഇടപാടുകൾ അവരോട് നടത്തിയാൽ വിശ്വസിക്കാനേ കൊള്ളില്ല. ധാർമ്മിക രംഗത്ത് ഒരു പൈസ അവരെ വിശ്വസിക്കാൻ പറ്റില്ല. സത്യം അവരുടെ ജീവിതത്തിലില്ല. ആകെയുള്ള ക്വാളിറ്റീസ് ഈ നിസ്കാരം മാത്രമേ ഉള്ളൂ. ഈ ഒരു കുമ്പിട്ട് നീരൽ മാത്രം. കോടികൾ ആരാൻ്റെ ദൂർത്തടിച്ചാലും ആരാൻ്റെ തട്ടിപ്പറിച്ചാലും ഒന്നും ഇവർക്ക് പ്രശ്നങ്ങളല്ല. അതൊന്നും അവരെ ചിന്തയെയോ അവരുടെ ഈ മനസ്സിനെയോ അലട്ടുന്ന പ്രശ്നങ്ങളല്ല. അതൊക്കെ അവിടെ ഒരു പ്രശ്നവും അവർക്കില്ല. ആൺകുട്ടികളും ദേഹത്തുനിന്ന് എണീപ്പിക്കുന്ന മൗലവിമാരുണ്ടായിരുന്നു രാത്രി. അതിൽക്കും വലിയ തോന്നിയാസങ്ങൾ എന്താ? സാംസ്കാരിക രംഗത്ത് അതാ പറഞ്ഞു. പറഞ്ഞാൽ കുറച്ചിൻ്റെ ഗുരുക്കളെയൊക്കെ പറഞ്ഞു പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല, മൊത്തത്തിൽ പറയുന്നുള്ളത്. എവിടെ സലാത്ത് കൊണ്ട് ഒരു മാറ്റം? ഇന്ന സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുങ്കർ എന്ന് പറയുന്നത് എവിടെ ഉണ്ടാക്കി തീർത്തത്? ഞാൻ കണ്ട ചരിത്രത്തിൽ എവിടെയില്ല. സാമ്പത്തിക രംഗത്താണ് ഏറ്റവും കൂടുതൽ ഇവരെ വിശ്വസിക്കാൻ പറ്റാത്തത്. സത്യം എന്ന് പറയുന്നവരുടെ ഇതല്ല, മൂല്യങ്ങൾ ഇവരുടെ വിഷയമല്ല. ഇതൊന്നും ഇവർക്ക് വിഷയമല്ല. നേരെ മറിച്ച് എവിടെ ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുങ്കർ എന്ന് പറഞ്ഞ ആയത്ത് പ്രായോഗികമായ ഒരു രാജ്യങ്ങൾ കാണിച്ചു തരും. ഒന്നോ രണ്ടോ വ്യക്തികളെ കാണിച്ചിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു വ്യക്തിനെ പറഞ്ഞപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് സംഗതി പോക്കാം. അതൊന്നും വേണ്ട. അതിപ്പോൾ നമ്മളെ വ്യക്തി ഇൻഡിവിജ്വൽ. അതാണ് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ രണ്ട് വ്യക്തി. നമസ്കാരം നിർത്തിയിട്ട് നന്നായ വ്യക്തികളുണ്ട്.
അത് നമ്മൾ തെളിവെടുക്കാൻ പറ്റില്ല. ഭൂരിപക്ഷത്തിൻ്റെ തെളിവെടുക്കുക. അതാണ് ഇന്ന് ഇത് ഇല്ലാത്ത, ഈ സ്വലാത്ത് നടക്കാത്ത രാജ്യങ്ങളിൽ അവർക്ക് നുണ പറയാമെന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാൻ കഴിയില്ല. യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും നുണ പറഞ്ഞാൽ അവർക്ക് ഊഹിക്കാൻ കഴിയില്ല. അതാണല്ലോ ഒരു സ്ത്രീ വിഷയത്തിൽ പിടിക്കപ്പെട്ടപ്പോൾ അതല്ല അവരുടെ കുറ്റം, അത് ചെയ്തില്ല എന്ന് പറഞ്ഞ നുണയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത്. ഒരു രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളെക്കുറിച്ച് മുമ്പുണ്ടായല്ലോ പ്രശ്നം. അവിടുത്തെ പ്രശ്നം നുണ പറഞ്ഞു, ഞാനത് ചെയ്തിട്ടില്ല എന്നുള്ള നുണ പറഞ്ഞു. അതാണ് പ്രശ്നം. അതാണ് അവർക്ക് നുണ പറയാന്ന് പറഞ്ഞാൽ ഊഹിക്കാൻ കഴിയില്ല. അതാണ് വാല്യൂസ്. അപ്പോൾ ഇസ്ലാമിക ഇന്ന് നമ്മൾ ഈ നമസ്കാരം നടക്കുന്ന രാജ്യങ്ങളല്ലാത്ത രാജ്യങ്ങളിൽ കൊടുക്കുന്ന ആ രാജ്യങ്ങളിൽ ഹ്യൂമൻ റൈറ്റ്സിന്, മറ്റു മൂല്യങ്ങൾക്ക്, അക്രമ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുന്ന രംഗത്തൊക്കെ അവർ കാണിക്കുന്ന ആ ഒരു താല്പര്യം പോലും ഇസ്ലാമിക രാജ്യങ്ങളിലില്ല. അത് അവിടെ പോയി വന്നവരോട് ചോദിച്ചാൽ മതി. അറബികളോട് പോലും ഇടപാട് നടത്തൂല, വിശ്വസിക്കാൻ കൊള്ളില്ല. ഒരു ഇംഗ്ലീഷുകാരനോട് ഇടപാട് നടത്തും. ഒരു ഇംഗ്ലീഷുകാരൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവന് കൃത്യമായി ശമ്പളം കിട്ടും, അല്ലാത്തവർക്ക് ശമ്പളം കിട്ടില്ല. അപ്പം വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു ജനത എന്ന് പറയുന്നത് ഈ സ്വലാത്ത് നിർവഹിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ വാക്കെവിടെ? ഇന്ന സ്വലാത്ത് തൻഹാനിൽ ഫഹശായി വൽ മുങ്കർ എന്ന് പറഞ്ഞാൽ അവിടെ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നിരന്തരമായി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പിന്തുടർന്ന് ജീവിക്കുന്ന ആളുകൾ, ആ പിന്തുടർന്ന് ജീവിക്കൽ തൻഹാനിൽ ഫഹശായി വൽ മുങ്കർ, അത് ഫഹശായിൽ നിന്നും മുങ്കറിൽ നിന്നും മനുഷ്യരെ തടഞ്ഞു നിർത്തും. ഓന് ഒഴിവുണ്ടാവില്ല, ഓൻ ആ ഭാഗത്തേക്ക് ചിന്തിക്കാൻ ഒഴിവുണ്ടാവില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അവന് ഇത് നിരന്തരമായി ഫോളോ ചെയ്യാനേ ഒഴിവ് കിട്ടുള്ളൂ. ഒരു പ്രശ്നം വന്നു അവൻ്റെ മുന്നിൽ, അവൻ ഫോളോ ചെയ്യുക ഇതാണ്. ഒരു സാമ്പത്തിക പ്രശ്നം വന്നു, അതാണല്ലോ മൗലവിനെ കുറിച്ച് ഒരു പ്രശ്നം വന്നിട്ടില്ലല്ലോ. സാമ്പത്തിക പല ആളുകളും നുണ പറയാനല്ലാതെ, വാങ്ങിയിട്ട് തന്നിട്ടില്ല എന്നൊക്കെ വെറുതെ പറയാനല്ലാതെ, മൂപ്പര് പോയപ്പോൾ ആരാ ചോദിച്ചു ചെന്ന ഒരാളെ നമ്മൾ കേട്ടിട്ടില്ല. അതാണ് അത് സത്യസന്ധതയുടെ പര്യായമായിരുന്നു മൗലവി എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ ഇടപാട് പിന്നീട് ഞാൻ പഠിച്ചു മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അതിൽ സത്യമുണ്ട്. അതാണ് ആ ഭാഗത്ത് സത്യമുണ്ടോ അവനിൽ സത്യമുണ്ട്. അതാണ് വിഷയം. അവിടെ സൂക്ഷ്മത പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അവനിൽ സത്യമുണ്ട്. അവിടെ നമ്മൾ നോക്കേണ്ടത്. മുമ്പിട്ടിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ സമ്പൂർണമായ സമർപ്പണം ഈ ദൈവികമായ കൽപ്പനകൾക്ക് നിങ്ങൾ നൽകിയോ? സമ്പൂർണമായ സമർപ്പണം, സമ്പൂർണമായ അനുസരണം, സമ്പൂർണമായിട്ട് നിങ്ങളിതിനെ ഫോളോ ചെയ്യണം. ഏത് പ്രശ്നങ്ങളിൽ വന്നാലും അവിടെ അള്ളാഹു എന്തു പറയുന്നു അതിൻ്റെ അനുസരണം അവിടെ ഉണ്ടോ? അങ്ങനെ നിങ്ങൾ ചെയ്ത ഏത് വ്യക്തിയായാലും തൻഹാനിൽ ഫഹശായി വൽ മുങ്കർ, അവന് പിന്നെ ഫഹശാവും മുങ്കർ അവനിലുണ്ടാവില്ല. നേരെ മറിച്ച് ഒന്ന് കുമ്പിട്ടാലും ശരി, ഒന്ന് മക്കത്ത് അവസാനത്തെ കാലഘട്ടത്തിൽ മക്കത്ത് ഒന്ന് പോയി വന്നാൽ നേരെ സ്വർഗത്തിൽ. അതാണ് ഈ രാജ്യത്ത് ഇത്രമാത്രം അരാജകത്വങ്ങൾ സൃഷ്ടിക്കാൻ കാരണം. അങ്ങനെ കൊടുക്കുന്ന സ്വർഗത്തിനും അങ്ങനെ കിട്ടുന്ന സ്വർഗമാണെന്ന് പറയണത്. നിങ്ങൾ അങ്ങനെ നിക്കരിച്ചോളി, അവസാന കാലത്ത് ഒന്ന് മക്കത്തും പോയി വന്നോളി, നേരെ സ്വർഗത്തിലേക്ക് പോയി. ബാക്കി സാമ്പത്തിക ഇടപാടോ, സത്യം പറയുന്ന രംഗത്തോ, കച്ചവട രംഗത്തോ, സ്വഭാവ രംഗത്തോ, വ്യാവസായിക രംഗത്തോ, നിങ്ങളുടെ അധ്യാപന രംഗത്തോ, നിങ്ങളുടെ തൊഴിൽ രംഗത്തോ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. നിസ്കരിക്കുക, അവസാനം അജ്ജനൊന്ന് പോയി വന്ന് ഇന്ന് പറ്റ കുട്ടിയാകുക, നേരെ സ്വർഗത്തിലേക്ക് പോകുക. ആളെ കൊന്നാലും, ബോംബ് വെച്ചാലും, ട്രെയിനിൽ ബോംബ് വെച്ചാലും, മാർക്കറ്റിൽ ബോംബ് വെച്ചാലും ഒന്നും പ്രശ്നമല്ല, സ്വർഗം കിട്ടും. ഒരു കാഫിറിനെ കൊന്നാലും സ്വർഗം കിട്ടും. ഇന്ത്യയുടെ ഹെഡ് സെൻറ്ററിൽ തലസ്ഥാനത്ത് ഒരു ബോംബ് വെച്ചൊരു 1000 ഇന്ത്യക്കാരെ കൊന്നാൽ സ്വർഗം കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന പാകിസ്ഥാനി തിയറി. അങ്ങനെ സ്വർഗം കൊടുക്കുന്ന ഈ ഒരു സ്വർഗമാണ് ലോകത്ത് മുഴുവൻ കലാപങ്ങൾ ഉണ്ടാക്കാൻ കാരണം, നാശങ്ങൾ ഉണ്ടാക്കാൻ കാരണം. ഈ മതമാണ്, ഈ മുല്ല മതമാണ് ഇവിടുന്ന് തുടച്ചു നീക്കപ്പെടേണ്ടത്. അതിന് തയ്യാറുണ്ടോയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഖുർആൻ സ്ഥാപിച്ചുകൊണ്ട് ഈ മുല്ല മതം, ഈ മുല്ലായിസം ഇവിടുന്ന് നശിപ്പിച്ചേ മതിയാവുള്ളൂ. ഈ മുല്ലായിസം ഇവിടുന്ന് അവസാനിപ്പിക്കാതെ രാജ്യത്ത് കലാപങ്ങളും അരാജകത്വങ്ങളും നശീകരണ പ്രവർത്തനങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് നാളെ വരാനിരിക്കുന്ന ഒരു സ്വർഗത്തിലേക്ക് കള്ളുടിക്കാനും പെണ്ണ് കിട്ടുന്നും പ്രതീക്ഷിച്ച് അവിടെ പോയിട്ട് ഇഷ്ടം പോലെ കള്ളു മോന്താനും സ്ഥലങ്ങൾ ഉയർന്ന സ്ത്രീകളെ കിട്ടുന്നും പ്രതീക്ഷിച്ച് ഈ കാവലിരിക്കുന്നതിനെക്കുറിച്ചാണ് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. അങ്ങനത്തെ ഒരു സ്വർഗസങ്കല്പം എന്നെ സംബന്ധിച്ച് പുച്ഛമാണ്. നേരെ മറിച്ച് ഇവിടെ തന്നെ മനുഷ്യന് നല്ല ഒരു ജീവിതം പണിതുകൊണ്ട് നാളെ ഒരു പാരത്രിക ജീവിതത്തിലേക്ക് പോകാനുള്ള സ്വർഗമാണെങ്കിൽ ആ സ്വർഗമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ആ സ്വർഗത്തിൽ ഇവർ പറയുന്ന രൂപത്തിലുള്ള പെണ്ണും കള്ളൊന്നുമല്ല അവിടെ പറയുന്നത്. അവിടുത്തെ വിശദീകരണം നമുക്ക് പിന്നീട് പറയേണ്ടതുണ്ട്. എന്താണ് ആ പറഞ്ഞതിൻ്റെയൊക്കെ ഉദ്ദേശം? നേരെ മറിച്ച് ഇവിടുന്ന് മലബാർ റിഡ്സിലേക്ക് പോകണ്ട, അവിടെ മലബാർ റിഡ്സി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നിസ്കരിക്കുമ്പോഴും ചിന്ത അതാണ്. ഈ നിസ്കരിക്കണ മൂപ്പര ചിന്ത ഇവിടുന്ന് പറയാം, ഞങ്ങളവിടുത്തെ ഒരു കള്ള് ഷാപ്പിൻ്റെ പേരെ മലബാർ റിഡ്സി. മൂപ്പര പോയി തക്ബീറത്ത് ഇഹ്റാം കേട്ടുമ്പോൾ മൂപ്പര മനസ്സിലെ ചിന്തയാണ് നമുക്ക് പോയിട്ട് കൂടിക്കണം, നോക്കവായി ബാത്തറാബ എന്ന് പറഞ്ഞാൽ നല്ല സ്ഥാനങ്ങൾ ഉയർന്നു.
ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞില്ല, ഈ ആയത്ത് ഓതിയിട്ട് ഞാൻ കോളേജിൽ ഖുത്ബ പറഞ്ഞ് ഇറങ്ങിയപ്പോൾ അവിടെ ഡോക്ടറുണ്ട് എന്നോട് മൂപ്പര് ചോദിച്ചു, സ്ഥലങ്ങൾ ഉയർന്ന പെണ്ണുങ്ങൾ ആണുങ്ങൾക്കാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് എന്തുയർന്ന ആണുങ്ങളാണ്. എന്താണോ ഞാൻ പറയാം, എന്താണപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുക. അതായത് ഇങ്ങനത്തെ ആൾക്കാർ ചോദിച്ചാൽ ഒന്നും പറയാൻ കിട്ടൂല. ഈ മനുഷ്യൻ്റെ തലയിൽ ആൾ പാർക്കുന്നുണ്ട്. പിന്നെ എന്താ കുറേ ആൾക്കാർ ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഇത് കിട്ടിയിട്ടില്ല, ഇതെന്താ സംഗതി എന്ന് മനസ്സിലായിട്ടില്ല. കുറേ ആൾക്കാർക്ക് ഇതൊന്നും വേണ്ട. നാട്ടിൽ അങ്ങനെ നടക്കണുണ്ട്, ഒരു കല്യാണം പിന്നെ മരിച്ച മയ്യത്ത് മറയണം. ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ ആ പള്ളികളത്തെ പിരിവും കൊടുത്ത് അങ്ങനെ പോകുക ഭൂരിപക്ഷം ജനങ്ങളും. വേറെ താല്പര്യങ്ങളൊന്നുമില്ല. ബാക്കി ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കണമില്ല, പഠിക്കണമില്ല. അതങ്ങനെ നടന്നോട്ടെ, നമ്മളിപ്പോൾ അതിൽ നോക്കിയിട്ടൊന്നും കാര്യമില്ല എന്നാ. ഈ രണ്ട് സംഗതി നടക്കണം. കുട്ടിയുടെ കല്യാണം നടക്കണം, മരിച്ചാൽ എങ്ങനെയെങ്കിലും മയ്യത്ത് കാട്ടിലൊന്നും മറയുമാണ്. ഈ രണ്ട് ഉദ്ദേശമുള്ള, അല്ലാതെ ഖുർആൻ പഠിച്ചിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഫുള്ളായിട്ട് ശരിയാണെന്ന് വിശ്വസിച്ചിട്ടൊന്നും അല്ല ഭൂരിപക്ഷം ജനങ്ങളും. ഞാൻ മനസ്സിലാക്കി വെക്കുമ്പോൾ അങ്ങനെയാണ്.